ടി.കെ. പത്മിനി പുരസ്കാരത്തിന് നേമം പുഷ്പരാജ് അർഹനല്ലെന്ന ലളിതകലാ അക്കാദമി സെക്രട്ടറിയുടെ പ്രസ്താവന പ്രതികരണം പോലും അർഹിക്കാത്ത അശ്ലീലമാണെന്ന് കഥാകൃത്തും ചിത്രകലാ നിരൂപകനുമായ പി. സുരേന്ദ്രൻ. ടി.കെ. പത്മിനി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേമം പുഷ്പരാജിന് പി. സുരേന്ദ്രനും ചിത്ര ശില്പകാരിയുമായ അനില ജേക്കബും ചേർന്ന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി.കെ. പത്മിനി പുരസ്കാരത്തിന് നേമം പുഷ്പരാജ് അർഹനല്ലെന്ന ലളിതകലാ അക്കാദമി സെക്രട്ടറിയുടെ പ്രസ്താവന പ്രതികരണം പോലും അർഹിക്കാത്ത അശ്ലീലമാണെന്ന് കഥാകൃത്തും ചിത്രകലാ നിരൂപകനുമായ പി. സുരേന്ദ്രൻ പറഞ്ഞു. ടി.കെ. പത്മിനി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേമം പുഷ്പരാജിന് പി. സുരേന്ദ്രനും ചിത്ര ശില്പകാരിയുമായ അനില ജേക്കബും ചേർന്ന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലളിതകലാ അക്കാദമി ഹാളിൽ നടത്തേണ്ടിയിരുന്ന പുരസ്കാരദാന ചടങ്ങ് സെക്രട്ടറിയുടെ എതിർപ്പിനെ തുടർന്നാണ് എടപ്പാളിലേക്ക് മാറ്റിയത്. ലോക ചിത്രകലയുടെ വർത്തമാനകാല ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ചിത്രകാരനാണ് നേമം. ക്ലാസിക്കലും ആധുനികവുമായ ചിത്രകലയെ അസാധാരണമായ കൈയടക്കത്തോടെ കൈകാര്യം ചെയ്ത ഇദ്ദേഹത്തിന്റെ മഹത്വം ചില അല്പന്മാരുടെ വാക്കുകളാൽ ഇല്ലാതാവില്ല. പറയാത്ത വാക്കുകൾ കെട്ടിക്കിടന്ന് എന്റെ നാവ് കഴിച്ചാലും അവരുടെ പേര് പോലും ഉരിയാടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇതുപോലെ ആൾക്കൂട്ടങ്ങളിലൂടെ സംഭവിക്കേണ്ടതുമല്ല. പത്മിനിയുടെ വിദാന്തമായ ഓർമ്മ ഉണ്ടാകും, അതുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പുരസ്കാര ചടങ്ങിൽ ഞാനിത് പറഞ്ഞത് ഇവിടെ അനില ജേക്കബ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനായി. കാനായി കുഞ്ഞിരാമനും വി. ഡി. ദത്തനുമടക്കമുള്ള കേരളം കണ്ട മികച്ച പ്രതിഭകളായ ജൂറികൾ തെരഞ്ഞെടുത്ത പുരസ്കാര ജേതാവിനെ ആദരിച്ചില്ലെങ്കിലും അവഹേളിക്കരുതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാർ നേമത്തെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി നിയമിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവ് കേരളം കണ്ടറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 20 ദിവസത്തിനകം അത് മനസ്സിലാവാത്തവർക്കും അതിനുള്ള അവസരം കൈവരുമെന്ന് ചടങ്ങിൽ സ്വന്തം ഇഷ്ടപ്രകാരം പങ്കെടുത്ത അക്കാദമി വൈസ് ചെയർമാൻ എബി എൻ ജോസഫ് പറഞ്ഞു. സുസ്മേഷ് ചന്ദ്രോത്ത്, വേണു കൊൽക്കത്ത, പത്മിനിയുടെ സഹപ്രവർത്തകയും രാജ രവിവർമ്മ, ടി.കെ. പത്മിനി പുരസ്കാര ജേത്രിയുമായ അനില ജേക്കബ്, ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി, മോഹൻ ആലങ്കോട് എന്നിവർ സംസാരിച്ചു. നേമം പുഷ്പരാജ് മറുപടി പ്രസംഗം നടത്തി. പുരസ്കാര തുക ട്രസ്റ്റിന് തന്നെ സംഭാവന ചെയ്താണ് അദ്ദേഹം മടങ്ങിയത്. തനിക്ക് പുരസ്കാരം നൽകിയതിനെ വിമർശിച്ചവർ ഭരണം ഏറ്റെടുത്ത ശേഷം ലളിതകലാ അക്കാദമി നൽകിയ പുരസ്കാരങ്ങളുടെ വിശുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നത്. കാനായി കുഞ്ഞിരാമനും വി. ഡി. ദത്തനുമടക്കമുള്ള പ്രതിഭകളാണ് തന്നെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പത്മിനി ട്രസ്റ്റാണ് ഈ അവാർഡ് തീരുമാനിക്കുന്നതും നൽകുന്നതും. അക്കാദമി അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാനുള്ളപ്പോഴുൾപ്പെടെ, ഞാൻ ചെയർമാനായിരിക്കുന്ന കാലത്തും അത് പത്മിനിയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കേണ്ടത് അക്കാദമിയുടെ ഒരു ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അതിനെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടും അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയും ഒക്കെ സ്മാരക സ്ഥലം സന്ദർശിച്ചും ഒക്കെ അത് അതിൻ്റെ ഒരു ദിവ്യമായ ഒരു അംശത്തിലേക്ക് കൊണ്ടുവരാൻ ആ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ഇപ്പോഴും അറിയുന്നത് ഈ പരാമർശം നടത്തിയ വ്യക്തി പത്മിനി അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, രേഖാചിത്രകാരിയാണ് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നു. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ഒരു വലിയ അനീതി ഇതിനകത്ത് നടന്നത്, ലളിതകലാ അക്കാദമി എന്ന് പറയുന്നത് കേരളത്തിന്റെ ചിത്രകാരന്മാരുടെ, ശില്പികളുടെ, വിഷ്വൽ ആർട്ടിസ്റ്റുകളുടെ ഒരു അഭയ കേന്ദ്രമാണ്. അവരുടെ ഒരു അവര് വളരെ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇക്കാലങ്ങളിൽ നടന്ന അവാർഡ് നിശ്ചയങ്ങൾ വളരെ അവിശുദ്ധമായിരുന്നു എന്നാണ് അവിടുത്തെ സെക്രട്ടറിയുടെ പ്രസ്താവനയിലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത് അനർഹമെന്ന് പറയുന്നവർ നൽകുന്ന പുരസ്കാരങ്ങൾ അവിശുദ്ധമാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. മുൻപ് പുരസ്കാര നിർണയത്തിന് ജൂറിയെ നിശ്ചയിച്ചാൽ പിന്നീട് ഭരണസമിതി അതിലിടപെടാറില്ല. എന്നാൽ അവരുടെ പിറകെ നടക്കുന്ന പുതിയ ശൈലിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും നേമം പുഷ്പരാജ് പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ,
വിവാഹ പാർട്ടികൾക്ക് നേടാം സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.